السلام عليكم ورحمة الله وتعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي وصدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ നാട്ടുകാരെ, വ്യാപാരികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, 7-ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിൻ്റെ പ്രകാശദീപവുമായി കടന്നു വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കൂത്തരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പകൽ കൊള്ളയും അക്രമവും അനീതിയും നിത്യവാർത്തകളായി നിസാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നാം നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രശോഭിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾ ഇവിടെ പ്രസക്തമാവുന്നത്. പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ജനതയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രം വാചാലമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ കെടുത്തിക്കളഞ്ഞിരുന്നു. അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധന രൂപങ്ങളായി രൂപപ്പെട്ടു. സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങളെ തന്നെ അവർ ആരാധനാപാത്രങ്ങളായി പ്രതിഷ്ഠിച്ചു. അവരുടെ നിത്യജീവിതവും സാംസ്കാരിക പരിസരവും ബഹുദൈവ ആരാധനയ്ക്ക് ചായുള്ളതായി അധംപതിച്ചു. ഈ സാഹചര്യത്തെ മുതലെടുത്ത് പുരോഹിതന്മാരും ജ്യോത്സ്യഭാവി പ്രവചനക്കാരും ചൂഷണത്തിന്റെ പുത്തൻ കവാടം അവർക്ക് മലർക്കെ തുറന്നു വെച്ചു. ആ ഇരുണ്ട പരിസരത്താണ് ഇസ്ലാമിന്റെ ദൗത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗപ്രവേശനം ചെയ്തത്. പ്രപഞ്ച സ്രഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണമെന്നും അവന് മാത്രം ആരാധന അർപ്പിച്ച് ജീവിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉദ്ബോധിപ്പിച്ചു. സൃഷ്ടികളിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം നൽകി. ഈ സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ബഹുദൈവ ആരാധനാ സങ്കല്പത്തെ കടവുകയറി. പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉദ്ബോധിപ്പിച്ചു. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീംസാകനുമായ സർ ജോർജ് ബെർണാഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. I believe that if a man like him were to assume the dictatorship of the modern world, he could succeed in solving its problem in a way that could bring much needed peace and happiness. The Genuine Islam എന്ന പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി രചിക്കുന്നത് ഇപ്രകാരമാണ്: ആധുനിക ലോകത്തിന്റെ മരണാധികാരം അദ്ദേഹത്തെ പോലെ ഏറ്റെടുത്തിരുന്നെങ്കിൽ, ഈ ലോകത്തിന്റെ ഒരാളെ ഏറ്റെടുത്തെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ രചിച്ചിട്ടുള്ളത്. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന അധ്യാപനങ്ങൾക്ക് കാലം കാതോർക്കുകയാണ്. കാരണം മനുഷ്യർ ഇന്നും പുരാതന മരുഭൂനിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യർ അഭ്യസ്ത വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സാംസ്കാരിക നായകന്മാരും നേതാക്കളൊക്കെ ആണെങ്കിലും ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ മാത്രം ലജ്ജയില്ലാത്തവരാണ് നമ്മിൽ പല പ്രമുഖരും. കല്ലും പുല്ലും എലിയും പശുവുമാണ് നമ്മിൽ പലരും ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിൻ മാംസം വിൽക്കുന്നവരെയും ആഹരിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചാർത്തിക്കൊണ്ടാണ്. പശുവിൻ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരുവാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താൻ വരെ പരിഷ്കൃത ലോകത്തെ മനുഷ്യരെ അധംപതിപ്പിച്ചത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചാർത്തിയതുകൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇത്തരം അധമവിശ്വാസികളിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാനുള്ള ഏകമാർഗം. പ്രിയമുള്ളവരെ, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ പദാവലികൾ ഇന്ന് കേരളീയ അന്തരീക്ഷത്തിൽ നാം ഉച്ചത്തിൽ പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ട്.
മതേതര സാംസ്കാരിക മേഖലകളിൽ പോലും സ്ത്രീക്ക് സുരക്ഷയോ സ്വാതന്ത്ര്യമോ ഇല്ലെന്നും അവർ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്നും കാലം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിനിമാ മേഖലകളിൽ മാത്രമല്ല, അനിയന്ത്രിതമായ സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയായി തീരുന്ന ഇടങ്ങളിലെല്ലാം സ്ഥിതി തന്നെയാണ്. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം 18,980 ദ വുമൺ ആൻഡ് മെൻ ഇന്ത്യയുടെ 2023 കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം 18,887 സ്ത്രീകൾ അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും 87 സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ ഇതിന്റെ എത്രയോ പല മടങ്ങ് ഇരട്ടിയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷം കൂടുന്തോറും അധികരിച്ചു വരികയാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാഭിമാനവും നേടിക്കൊടുത്ത ഉദാത്തമായ വിമോചന മാർഗമാണ് കാലം തേടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത്. ലോകം എന്നാണോ അവിശ്വ വിമോചനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരുന്നത്, അന്ന് മാത്രമേ ഈ സമൂഹത്തിന്റെ പാതി വരുന്ന സ്ത്രീ ജനതയ്ക്ക് വിമോചനം സാധ്യമാവുകയുള്ളൂ. പ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ പ്രൊഫസർ കെ.എസ്. രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് എന്നാണ്. മനുഷ്യ ജീവിതത്തിലുള്ള സമ്പൂർണ്ണ മാതൃക. അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ദ ഇമാൻസിപ്പേറ്റർ ഓഫ് വുമൺ, സ്ത്രീ മോചകനായ മുഹമ്മദ് എന്നാണ്. അതെ, ആധുനിക ലോകത്ത് പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന, ആധുനിക ലോകത്ത് നാൾക്ക് നാൾ പീഡന പർവ്വങ്ങൾ താണ്ടി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ ജനതയ്ക്ക് വിമോചന അധ്യാപകൻ ലോകത്തിന് സമർപ്പിച്ച കാലം തേടുന്ന വിശ്വമോചകൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന പൗരാണിക അറേബ്യൻ പെൺകുട്ടികൾക്ക് ജനിക്കുവാനും ജീവിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ വിശ്വമോചകൻ സ്ത്രീമോചനത്തിന്റെ കാഹളധ്വനി മുഴക്കിയത്. അദ്ദേഹം സഗൗരവം പ്രഖ്യാപിച്ചു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, നിങ്ങൾ പട്ടിണിയായി ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. പക്ഷേ സ്ത്രീ മോചനത്തിന്റെ ഈ ആശയം ഉൾക്കൊള്ളുവാൻ 21ാം നൂറ്റാണ്ടിന്റെ ആദിപാദത്തിൽ എത്തിയിട്ടും ആധുനിക മനുഷ്യർ സംഘിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശരാശരി പ്രതിവർഷം 5 ലക്ഷം പെൺകുഞ്ഞുങ്ങളെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പെൺകുട്ടികൾ ജനിക്കുകയോ ജീവിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് ആധുനിക മനുഷ്യരുടെ തീരുമാനം. ഈ ഹീനകൃത്യത്തിന് അന്ത്യം കുറിക്കുവാൻ സർക്കാരുകൾ പല നിയമങ്ങളും ശിക്ഷാമുറകളും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയും ചെയ്ത വിമോചനത്തിന്റെ അധ്യാപനങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി. 12-13 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളിൽ തുടങ്ങി കൗമാരപ്രായക്കാരും നടുപൊടിഞ്ഞ വൃദ്ധർ വരെ ഇന്ന് മാരക ലഹരിയുടെ മയക്കത്തിലാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്ത് അപരിമിക്കുന്നവർ ഇന്ന് കേരളത്തിലും അധികരിച്ചു വരികയാണെന്നാണ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 കേരള പോലീസിന്റെ ഒരു സർവേ പ്രകാരം ഇന്ന് കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ 40% 18 വയസ്സ് മാത്രം പ്രായമുള്ളവരാണെന്നാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനവും സ്ത്രീകളാണെന്ന വസ്തുത ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. 2023 ഏപ്രിൽ 11 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ നമുക്കൊരു തലക്കെട്ട് കാണാൻ കഴിയും. ഷാർപ്പ് പ്രൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. കേരളത്തിൽ കൃത്രിമ ലഹരിയുടെ ഉപയോഗം ഉദിച്ചു വരുന്നു. MDMA, മെത്താഫിറ്റാമിൻ, LSD, കൊക്കൈൻ, കഞ്ചാവ്, മർജുവാന തുടങ്ങിയ മാരകലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. UP സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ ഇന്ന് മാരകലഹരിയുടെ മയക്കത്തിലാണ്, മാരകലഹരിയുടെ വലയത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യത്വമുള്ള ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വിമോചന സന്ദേശവുമായി ആഗതരായ കാലത്ത് ജനങ്ങൾ മദ്യചസ്കങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. മദ്യമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമായിരുന്നു എന്നായിരുന്നു ആ ജനത വിശ്വസിച്ചിരുന്നത്. മരിച്ചു കഴിഞ്ഞാലും തന്നെ മുന്തിരി വള്ളിക്ക് കീഴെ മറുപടി ചെയ്യണമെന്നും അതിൽ നിന്നും ഊർന്നിറങ്ങുന്ന മദ്യം നുകർന്ന് തന്റെ ദ്രവിച്ച എല്ലുകൾ സായുജ്യമാവട്ടെ എന്നും കൊതിരിച്ചിരുന്നു ആ ജനത. പക്ഷേ മാനവിക വിമോചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അവിടെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയായിരുന്നു. ലോക ചരിത്രത്തിൽ സമാനതയില്ലാത്ത സാമൂഹ്യ പരിവർത്തനത്തിന്റെ നേർസാക്ഷിയെ അത് ഇന്നും നിലകൊള്ളുന്നുണ്ട്. കേവല നിയമങ്ങളിലൂടെയോ ശിക്ഷാ നടപടികളിലൂടെയോ മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ലഹരിയുടെ ഉപയോഗം. ദൈവ പരലോക വിശ്വാസം രൂഢമൂലമാക്കുന്നതോടൊപ്പം
ശിക്ഷണവും ശിക്ഷയും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമേ ഇന്ന് ലഹരിയുടെ ഹസ്തങ്ങളിൽ നിന്നും ലോകത്തെ വിമോചിപ്പിക്കാൻ കഴിയുള്ളെന്ന ശാസ്ത്രീയ പഠനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ പ്രയോഗവൽക്കരിച്ച് കാണിക്കുന്നത്. അപ്പോൾ പ്രയോഗവൽക്കരിക്കാൻ ലോകം എന്നാണ് തയ്യാറാവുന്നത്, അന്ന് മാത്രമേ സമ്പൂർണ്ണ ലഹരി വിമുക്തത ഈ ലോകത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് 220 ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം വെറും 32 കുറവാണെന്നാണ്. അഥവാ നാം പുരോഗതിയിലേക്ക് മുന്നേറുന്നുവെന്ന് ഗീർവാണം മുഴക്കുമ്പോഴും 63% വരുന്ന ആളുകൾ ഇന്ന് ദാരിദ്ര്യത്തിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക അസമത്വങ്ങൾക്ക് അറുതി വരുത്തുവാനും സാമ്പത്തിക സന്തുലിത നിലവിൽ വരുത്തുവാനുമാണ് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും രംഗത്ത് വന്നത്. എന്നാൽ ശാസ്ത്രീയ ചട്ടക്കൂട്ടിൽ 1 നൂറ്റാണ്ടിലധികം ഇവയെല്ലാം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് ഫലമുണ്ടായില്ല എന്നാണ് ഈ കാണുന്ന ലോകം തന്നെ അതിന് സാക്ഷിയാണ്. ഇനി പുതിയ വലിയ ധനതത്വശാസ്ത്രവും തങ്ങളെ രക്ഷിക്കാൻ വരുമോ എന്ന അന്വേഷണത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമായി പരിണമിക്കുന്ന കാഴ്ച ഇന്ന് ആഗോള വ്യാപകമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്തു മനുഷ്യർ ധന്യതയോടെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെന്ന് ലോകം തർപ്പിച്ച് പറയുന്നുണ്ട്. കാലം തേടുന്ന വിശ്വമോചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച സാമ്പത്തിക നയങ്ങൾ അതേപടി അക്ഷരംപതി അനുസരിച്ച് വരുന്നു ആ ജനത. സകാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടില്ലാത്ത വിധം അന്ന് ആ രാജ്യം സമ്പന്നമുണ്ടായ കാലമുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇന്നും ജലിച്ചു നിൽക്കുന്നുണ്ട്. അവ നടപ്പിൽ വരുത്താൻ ലോകം സന്നദ്ധമായാൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു അന്ത്യം കുറിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ അധികവും സാമൂഹിക സന്തുലനത്തിനുള്ള കൽപ്പനകളായിരുന്നു. ദരിദ്രർ, അനാഥർ, തെരുവിൻ മക്കൾ, ആഗതികൾ, വിധവകൾ, കടബാധിതർ തുടങ്ങി അത്താണി നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله ما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. ആകയാൽ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക, ആഗതിക്കും തെരുവ് മക്കൾക്കും അവരുടെ അവകാശം കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം, അവർ തന്നെയാണ് വിജയികളും. ജനങ്ങളിലുള്ള സ്വത്തുകളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്ര ഇരട്ടി സമ്പാദിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക ലോകത്ത് മാനവ വിമോചനം സാധ്യമാകാനുള്ള ഇതുപോലുള്ള പരിശുദ്ധ നിയമങ്ങളും നയങ്ങളും പ്രഖ്യാപനങ്ങളും അടങ്ങിയ ദൈവിക ദർശനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഇസ്ലാം. വിശ്വവിമോചകന്റെ പ്രയോഗ നടപടികൾ ഇച്ഛാശക്തിയോടെ ഈ ലോകം നടപ്പിലാക്കാൻ തയ്യാറായാൽ ഈ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. വിശ്വവിമോചകന്റെ പ്രത്യയശാസ്ത്രം അറിയുവാനും അനുഭവിക്കുവാനും എല്ലാവർക്കും സന്മനസ് ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.